13-ാം ആഴ്ചയിലെ ക്യാപ്റ്റൻ നൂറ അധികാരമേറ്റെടുക്കൂ. എല്ലാവരെയും ടീമുകളായി തിരിക്കാൻ ബിഗ് ബോസ് വിളിച്ച് പറയുന്നു. നൂറ ഓക്കെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് വരുന്നു. നൂറ എല്ലാവരോടുമായി ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, നമസ്കാരം. നൂറ പറയുകയാണ്, എല്ലാവരും ചിരിക്കുന്നു, ഹായ് പറയുന്നു. നൂറ ചോദിക്കുന്നു, അപ്പോൾ പഴയ ക്യാപ്റ്റന്മാരൊന്നും തരുന്നൊന്നുമില്ലേ? എന്ത് തരാനാണ് എന്ന് അക്ബർ ചോദിക്കുന്നു. മുന്നേ ഉള്ള ക്യാപ്റ്റന്മാർ ഞങ്ങൾക്കൊന്നും തന്നില്ല, ഒന്നും തരത്തില്ലേ എന്ന് ചോദിക്കുന്നു നൂറ. അക്ബർ എന്ന് പറഞ്ഞ് ഞാനൊരു ഷേക്കാൻഡ് തരാമെന്ന്. അക്ബർ എന്നിട്ട് വിഷു ഓൾ ദ ബെസ്റ്റ് നൂറ എന്ന് പറയുന്നു. നിവിൻ ചെന്നിട്ട് ഓൾ ദ ബെസ്റ്റ് പറയുന്നു. അനീഷ് അവിടെ നിന്നിട്ട് പറയുന്നു ഈ ആഴ്ച എല്ലാം നന്നായിരിക്കട്ടെ എന്ന്, ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നു. അപ്പം നമ്മൾ പുതിയൊരാഴ്ച സ്റ്റാർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞതൊക്കെ നമുക്ക് തട്ടിക്കളയാം, അതൊക്കെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ 8 ആൾക്കാരേ ഉള്ളൂ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് നല്ലോണം ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി 2 ആഴ്ചയും കൂടെ ഉള്ളൂ. നൂറ ആദ്യം തന്നെ വിളിക്കുന്ന കിച്ചൺ ടീമിനെയാണ്. അനുമോള്, ആദില, സാബുമോനാണ് കിച്ചൺ ടീം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നത്. അനുമോള് പറയുന്നത്, നിങ്ങൾക്കൊക്കെ എപ്പോഴും നേരത്തെ തന്നെ ഭക്ഷണം തരാൻ നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, ആർക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം, ഒന്ന് ചോദിക്കണമെന്ന് മാത്രം. പിന്നെ നേരത്തെ ഫുഡ് ഉണ്ടായാലും എല്ലാവരും വരാൻ വെയിറ്റ് ചെയ്യേണ്ട, അവരവർക്ക് വേണ്ടവർക്ക് എടുത്ത് കഴിക്കാം എന്ന് പറയുന്നു. അടുത്തത് ഫ്ലോറും ബാത്റൂമിൻ്റെയും ടീമിനെ വിളിക്കുന്നുണ്ട്. ഫ്ലോറ് ബാത്റൂമിന് ഷാനവാസിനെയും അനീഷിനെയാണ് വിളിക്കുന്നത്. ഷാനവാസ് പറയുന്നത് ക്യാപ്റ്റൻ അനീഷിനെ ആക്കിക്കൊള്ളാൻ പറയുന്നു. നൂറ പറയുന്നത് ക്യാപ്റ്റൻ ഷാനവാസ് എന്ന് പറയുന്നു. അനീഷ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് അനീഷ് എന്ന് പറയുന്നു. ഷാനവാസും പറയുന്നത് ഞാൻ ഷാനവാസ് എന്ന്. അപ്പോൾ നൂറ പറയുന്നത് ഫ്ലോറൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ശരിക്കും ഷാനവാസ് ചോദിക്കുന്നത്. അതെ ശരിക്കും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്തത് വിളിക്കുന്നത് വെസൽ ടീമിനെയാണ്. വെസൽ ടീം ഒരുപാട് വെസലൊന്നും കാണത്തില്ല, അനുമോൾ കുക്ക് ചെയ്യുന്നതുകൊണ്ട്. നിവിനും അക്ബറുമാണ് വെസൽ ടീം ക്യാപ്റ്റൻ അക്ബറാണ്. അപ്പം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നത്. അക്ബർ പറയുന്നത് ഒന്നും പറയാനൊന്നുമില്ല, വെസലെല്ലാം വെട്ടി തിളങ്ങുമെന്ന് പറയുന്നു. അക്ബർ പറയുന്നത് വെസൽ കഴുകാനുള്ള എല്ലാം കൂടെ ഒന്നിച്ച് തരണമെന്നേ ഉള്ളൂ, ഒറ്റയായിട്ട് ഇങ്ങനെ തരലും എന്ന് പറയുന്നത്. അനുമോൾ എന്തോ പറയാൻ വന്നപ്പം നൂറ പറയുന്നു, അനുമോൾ എപ്പോഴും വേറൊരു ടീമിൽ ചൂണ്ടിക്കാണിച്ചവരെന്ന് പറയും, അങ്ങനെ മറ്റുള്ള ടീമിനെ ചൂണ്ടിക്കാണിച്ച് പറയാൻ നിൽക്കല്ലോ കേട്ടോ. പിന്നെ ഞാൻ ചെയ്യണമെന്ന് അനുമോൾ ചോദിക്കുന്നു. അന്നേരം പറയുന്നത് ഇപ്പോൾ ജോലി തുടങ്ങിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്, ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയുന്നു. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.